നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും അതുപോലെ തന്നെ വേദനയുടെ നിമിഷങ്ങളൊക്കെയും ഉണ്ടാകാറുണ്ട്. അപ്പോഴെല്ലാം നാം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ പ്രയാസങ്ങളൊക്കെയും ഒന്ന് മാറിക്കിട്ടണം, നമ്മുടെ കഷ്ടതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്നൊക്കെയാണ്. എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിപ്പെടുക തന്നെ ചെയ്യും. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്ന 2 ചിത്രം എന്ന് പറയുന്നത് സംഖ്യകളാണ്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് 11ഉം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് 22ഉം എന്ന സംഖ്യകളാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചിത്രമായ അതായത് 11 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈശ്വര വിശ്വാസമുള്ള അതായത് ജീവിത സാഹചര്യത്തെ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തരം കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന വ്യക്തികൾ. ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നുണ്ട്, വളരെയധികം വിഷമങ്ങളിലും കഷ്ടങ്ങളിലും കടുംഭാരത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. വളരെയധികം പരാതികളോ അതുപോലെ പ്രശ്നങ്ങളോ പരിഭവങ്ങളോ ഒന്നുമില്ലാത്ത വ്യക്തികളാണ്. ഈശ്വര വിശ്വാസം വേണ്ടുവോളമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുപോലെ തന്നെ ആർക്കും കഷ്ടതകൾ വരണമെന്നോ ആർക്കും ദുഃഖങ്ങൾ ഉണ്ടാകണമെന്നോ എന്നൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന എല്ലാ കാര്യവും വളരെ വൃത്തിയോടും വളരെ അനുസരണയോടും വളരെ സ്നേഹത്തോടും കൂടി ചെയ്യുന്ന വ്യക്തികളാണ്. ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരുടെയും ജീവിതത്തെ പരീക്ഷിക്കാനോ ഒന്നും തന്നെ നിങ്ങൾ തയ്യാറാകില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് വളരെയധികം കഷ്ടതകളൊക്കെയുള്ള വ്യക്തികളാണ്. എന്നിരുന്നാൽ പോലും അറിഞ്ഞോ അറിയാതെയോ ആരെയും വിഷമിക്കാനോ അവരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനോ ഒന്നും തന്നെ നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം ഭാരങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. അതായത് നിങ്ങളെ മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളുടെ സ്നേഹമായാലും നിങ്ങളുടെ പരിചരണമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ പോകുന്ന പല അവസ്ഥകളുണ്ട്. എന്നിരുന്നാലും അതിനൊന്നും പരാതിയോ പരിഭവമോ ഒന്നും പറയില്ല. പക്ഷേ ധാരാളം വ്യക്തികൾ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന അനുഭവങ്ങളൊക്കെയുണ്ട്. അതായത് സഹോദരങ്ങളാകാം, ഇല്ലെങ്കിൽ ബന്ധുമിത്രാദികളാകാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളാകാം. നിങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പോലെ ചൂഷണം ചെയ്യുന്ന പല വ്യക്തികളുമുണ്ട്. അവർക്കെതിരെ നിങ്ങൾക്ക് യാതൊരു പരാതിയോ യാതൊരു വിഷമങ്ങളോ ഒന്നുമില്ല. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറുള്ള പല അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്, നിങ്ങൾക്ക് ധാരാളം കഷ്ടതകളുണ്ട്, ധാരാളം വേദനകളുണ്ട്, ഒന്ന് മനസ്സിലാക്കൂ എന്ന് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് തുറന്നു പറയണമെന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളൊക്കെയുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പറയുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയാതെ പോകുന്ന പല അവസ്ഥകളുണ്ട്. കുടുംബത്തിൽ ധാരാളം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് ഏൽക്കുന്ന വിഷമങ്ങൾ, വേദനകൾ, അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ തരണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും തൊടുകുറി ഫലം അതായത് ഈ 11 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് തൊടുകുറി ഫലം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും.
നിങ്ങൾ ആരാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതാവസ്ഥകൾ എന്താണെന്നുമൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയം കടന്നു വരുവാനായിട്ട് പോവുകയാണ്. പലതരത്തിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന പല വ്യക്തികളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും തീർച്ചയായിട്ടും അവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ സന്ദർഭങ്ങളും ഒക്കെ മാറും. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. വരുന്ന ഒരു 3 മാസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു മികച്ച ഫലം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാണ് ഇവരെ കാത്തിരിക്കുന്നത്. വളരെ നല്ലൊരു ജീവിതം ഇവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചിത്രമായ 22 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ്. ഒരല്പം ജീവിതത്തിൽ ലക്ഷ്യമുള്ള വ്യക്തികളാണെന്ന് തീർത്തും നിങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയും. അതായത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയോടും ആത്മാഭിമാനമുള്ള വ്യക്തികളാണ്. എന്തു ചെയ്താലും അത് വളരെയധികം രക്ഷപ്പെടും എന്നുള്ള കൃത്യമായ പദ്ധതികളൊക്കെയും ആസൂത്രണം ചെയ്ത് അതിനുവേണ്ടി പോരാടുന്ന വ്യക്തികളായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വ്യക്തികളും നിങ്ങളെ തകർക്കുവാനായിട്ട് ധാരാളം ശത്രുദോഷമുണ്ട്. വ്യക്തിപരമായിട്ട് ധാരാളം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണ്. പല വ്യക്തികൾക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ ഏറ്റവും മികച്ചത് ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോവുകയാണ്. സാമ്പത്തികപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം കടന്നു വരുവാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നാൾക്ക് നാൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, അതുപോലെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഇതിൽ നിന്നെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് രോഗത്തിൻ്റെ ധാരാളം പ്രയാസങ്ങൾ നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ധാരാളം ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഒരു വലിയ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ്. ഒത്തിരി നന്മകളാണ് കടന്നു വരുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഉപജീവന മാർഗം ലഭിക്കുന്നു. അതുപോലെ സാമ്പത്തിക മേഖലയിൽ ഒരു ഉയർച്ച. ഭവനമില്ലാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമെങ്കിൽ, ഭവനമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമെങ്കിൽ അത് ലഭിക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈവെള്ളയിലേക്ക് എത്തുന്ന ഒരു നിമിഷത്തിലൂടെ തന്നെ നിങ്ങൾ കടന്നു പോകും. അതുപോലെ തന്നെ സന്താന ഭാഗ്യമില്ലാതെ ഒത്തിരി പേർ ധാരാളം വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾക്കും അതുപോലെ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടും വേദനിക്കപ്പെട്ടും ധാരാളം പേർ കഴിയുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഇവരുടെ പ്രയാസങ്ങൾ മാറി, ഇവരുടെ പ്രശ്നങ്ങൾ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയുണ്ടാകും. നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മറികടന്ന് ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. വരുന്ന ഒരു 6 മാസക്കാലത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്നതിന് യാതൊരു മാറ്റവുമില്ല. ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ടാമത്തെ ചിത്രമായ 22 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വര സഹായത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.